അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഹോശിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ചു മരുഭൂമിയെ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും നാം കേൾക്കുവാൻ കൂട്ടാക്കാതെ ദൈവത്തിൻ്റെ ആലോചനകളെ വൃഥാവാക്കി മുന്നോട്ട് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിലെ പ്രഭാതത്തിൽ നമ്മോട് ദൈവം പറയുന്നത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഞാൻ അവളോട് സംസാരിക്കും. ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഈ വാക്ക് നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ നിങ്ങളിൽ പലരും ഹല്ലേലൂയ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. മരുഭൂമി എന്നത് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട അനുഭവങ്ങൾ, ആശ്രയിപ്പാൻ ഒരു ഇടമല്ലാതെ, സഹായിപ്പാനോ ആശ്വസിപ്പിക്കുവാനോ ഒരു വ്യക്തിയില്ലാത്ത മരുഭൂമിയുടെ അനുഭവം ഓർക്കണം. ആ മരുഭൂമിയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിക്കുവാൻ വേണ്ടിയാണ് മരുഭൂമി നമ്മെ കൊണ്ടു ചെന്നിരിക്കുന്നത്. താങ്കളുടെ ജീവിതം ഈ പ്രഭാതത്തിൽ മരുഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് താങ്കളെ തകർക്കുവാൻ യാതൊരു ഉദ്ദേശവുമില്ല. മരുഭൂമിയെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത് ദൈവത്തിന് ഹൃദ്യമായി സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ എത്തുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കുകയില്ല. ഇന്നുള്ള കഷ്ടതകൾ, ഇന്നുള്ള വേദനകൾ, ഇന്നുള്ള ഭാരങ്ങൾ, നിരാശകൾ, അത് മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതല്ല, ദൈവശബ്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഏതെങ്കിലും വിഷയങ്ങളുമായി തകർന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകളിൽ ഈ പ്രഭാതത്ത് താങ്കളായിരിക്കുന്നു എങ്കിൽ താങ്കളിരിക്കുന്നത് മരുഭൂമിയിലാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ആ മരുഭൂമിയിൽ ദൈവത്തിന് താങ്കളോട് ഹൃദ്യമായി സംസാരിക്കുവാനുണ്ട്. ഇപ്പോൾ ജീവിതത്തെ നിരാശപ്പെടുത്തുന്ന ചിന്തകളുമായി തകർത്ത് കളയുകയല്ല. ഹാഗർ കണ്ണു തുറന്ന് അവളൊരു നീരുറവ് കണ്ടതുപോലെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം താങ്കൾക്കായി മുഴങ്ങുന്നു. താങ്കൾ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക മുഖാന്തരം ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. മരുഭൂമി ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ ഉള്ള ഇടം കൂടെയായി കണ്ടിരിക്കുകയാണ്. ദൈവശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ മരുഭൂമിയിൽ ഉഴലുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കുവാനുണ്ടെന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. അവിടുത്തെ വഴികളിൽ നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പലപ്പോഴും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കൂട്ടാക്കാതെ ഞങ്ങളുടെ ദ്രവ്യ സമൃദ്ധിയിലും ഞങ്ങളുടെ സന്തോഷത്തിലും കടന്നുപോയി. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശബ്ദത്തിനായി ഒരു സമയത്ത് വേർതിരിക്കുവാൻ കൃപ നൽകിയിരിക്കുകയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.